ഇപ്പൊ ടൈം 11 മണിയാക്കി. ഇക്കാക്ക പെട്ടെന്ന് ചോദിച്ചു എന്നോട് നമുക്ക് പുറത്ത് പോയി ചായ കുടിച്ചാലോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഞെട്ടെങ്കിലും. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പോവാറുണ്ട്, കുറേ കാലമായി അങ്ങനെയൊക്കെ പോയിട്ട്. അപ്പം നമ്മൾ നേരെ ചായ കുടിക്കാൻ പോകും. അവിടെ വെള്ളം തന്നെയൊന്നും ഇല്ലാത്തതിനും കൂടെ നമ്മൾ പുറത്തുനിന്ന് ചായ കുടിക്കാന്ന് വിചാരിച്ചു. ലൈറ്റ് ഒക്കെ ഓഫാക്കി. സുന്ദരൻ സുന്ദരൻ. നല്ല നിലാവുണ്ടല്ലോ. എടാ ഇക്കക്കാ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നോക്കി നമ്മുടെ വീട്ടിലെ അമ്പിയോമേ. നല്ല രസല്ലേ. ഭൂമി നോക്കണില്ലേ ചന്ദ്രൻ വന്നിട്ട് കണ്ണില്ല. നമ്മൾ വാതിലൊക്കെ പൊട്ടി ഇറങ്ങാൻ കേട്ടോ. എല്ലാവരും ഉറങ്ങിയിരിക്കണം. കാക്കപ്പ പോയാല് ചായ കിട്ടുമോ? ചോറ് ചായ കുടിച്ചിട്ട് വരാം. നമ്മളിപ്പോ ചായ കുടിക്കാൻ വന്ന് ഇപ്പൊ കൊച്ചപ്പലെത്തിയിട്ട് നമ്മളെ വീട്ടിനകത്ത്. ഇപ്പം ഞാനിവിടെ പോണാണ്. ഇപ്പൊ ഇനി നേരെ കൊടുക്കാൻ വേണം ബീച്ചിന്റെ അടുക്ക് പോവാന്ന് പറഞ്ഞ് അവിടെ ഉണ്ടാവും. അവിടെ ആകുമ്പോ ഫുള്ള് ഓടെ ഇരിക്കും ഏത് ടൈമില്. ഇതൊക്കെ അവിടെ എന്തോ ഉണ്ട്. അവിടെ ഫുള്ളായിട്ട് ലൈറ്റ് കാണുന്നുണ്ടല്ലോ. അല്ല എന്താന്ന് വെച്ച് സീഷെല്ലാണ്. അതാണ് ഇപ്പൊ നമുക്ക് സീഷെല്ലിന്റെ അവിടെ പോയേക്കാലോ. നമ്മൾ തിരിച്ചിട്ട് നേരെ സീഷെല്ലിലേക്ക് തന്നെ പോവാട്ടോ. അവിടെ പിന്നെയും ഒരു എന്താ പറയാ എനിക്കിഷ്ടായി. അപ്പൊ ഞാൻ വെച്ചാൽ അവിടെ പോവാന്ന്. അവിടെ പോണല്ലേ കളിക്കണെങ്കില്. എന്താ പോക്ക്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിട്ടോ. ഈ വണ്ടിയോ? ബെൻസോ? ഈ ആരാ? ഇൻഷാല്ലാ. ഒന്നുമില്ല. അപ്പൊ ഗൈസ് അപ്പൊ നമ്മള് വന്ന പോലെ തന്നെ തിരിച്ചു പോവാട്ടോ. ഇവിടെ ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞിരിക്കുന്നത്. നമ്മള് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലുമാണ് വിചാരിച്ചെങ്കിൽ ഇവിടെ ഹെവി ആയിട്ടുള്ളത്. അപ്പൊ നമ്മള് ഇവിടുന്ന് പോയിട്ട് നേരെ പിന്നെ മോദാറിലേക്കാണ് പോണേ. അവിടെ നമ്മളെ മോദാറിൽ നല്ല കാടപ്പൊരിച്ചതും ചിക്കൻ ഫ്രൈയും ഉണ്ടാവും. അത് സത്യമായിട്ടോ. നമ്മള് കഴിഞ്ഞ ആഴ്ച പോയപ്പോ അവിടുന്ന് കഴിച്ചിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും എനിക്ക് കണ്ണച്ചത്തിൽ തിന്നണം എന്നുണ്ട്. കിട്ടാണെങ്കിൽ അത് തിന്നണം. അപ്പം ബെൻസ് ഇവിടെ വെച്ച് പോവാണ്. നമ്മൾ ഈ ആക്റ്റീവ മാറ്റിയിട്ട് ഇൻഷാല്ലാ നമ്മള് ബെൻസ് എടുക്കും ഒരു ദിവസം. വൺ ഡേ നമ്മൾ ബെൻസ് എടുക്കും. നിങ്ങള് കഴിച്ചാലായാലും എനിക്ക്, ഞാൻ കഴിച്ചാലായാലും എനിക്ക്. നിങ്ങളെ പൈസ പൊറാട്ട വേണ്ട. ഇത് ഇവിടെ ഏത് ടൈമിലും ഓണായിരിക്കും കേട്ടോ. നമ്മളെ KSRTCന്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലം. ഇതിന്റെ ഫേവറേറ്റ് പ്ലേസാണ് ഗ്രിൽ ചില്ലി. നല്ല ടേസ്റ്റ് അവിടുത്തെ ഫുഡൊക്കെ. ഇങ്ങനെ നമ്മള് ബീച്ചിലെത്തിയിട്ട് ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട്. എല്ലാ ഷോപ്പും ഫുൾ ഓഫ് ഓണാണ്. ടൈം 1 മണി ബീച്ചിൽ ഫുൾ
മുഖദ്വാരെത്തി തുടങ്ങിട്ടോ. സ്പോട്ടെത്തി. നല്ല മണുണ്ട് കാക്ക. നല്ല ചിക്ക് പൊരിച്ചതിന്റെ മണുണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ ഫുള്ള് ഓരോരോ സ്ഥലത്ത് ഓരോരോ എന്താ പറയാ കൗണ്ടേഴ്സ് ആക്കി സെറ്റ് ചെയ്തിക്കാണ്. ഒരു സൈഡിൽ ഇപ്പോൾ ഐശ്വര്യ ആണെങ്കിൽ വേറൊരു സൈഡിൽ നമ്മളെ എന്താ പറയാ കണ്ണുവെച്ച പത്തിരി അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, പിന്നെ കബാബ്, പിന്നെ കുഞ്ഞിക്കോയി, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഒരു പീസിനുണ്ട് വരുന്ന. അങ്ങനെ എൻ്റെ ഇഷ്ടപ്പെട്ട കൂന്തൽ നിറച്ചത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറൊരാളെ കണ്ടു. നിങ്ങൾക്ക് ആളെ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. 60 റുപ്യാണ് ഒരു പീസിന്. കുഴപ്പമില്ലാന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണമെന്നൊന്നും പറയില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ അടുത്തയിലേക്ക് പോവാണ്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയത് മോതാറിലുള്ള ചായ കുടിക്കാൻ കയറി. നമ്മൾ കാട ഓർഡർ ചെയ്തിരിക്കുന്ന കണ്ണച്ചത്തിരി റൊമാലി, പിന്നെ കട്ടൻ ചായ, പിന്നെ വേറെ എന്തോ ഒരു സാധനം കൂടി വരാണ്ട്. ഇതുവരെ വന്നിട്ടില്ല. കാക്ക തിന്നുണ്ട്. എനിക്ക് ക്ഷമ ഇല്ലാത്തതിനെ കൊണ്ട് എക്കത്തുനിന്ന് ഞാൻ നുള്ളി എല്ലാം തിന്നിക്കണം. കാക്ക ഫുഡൊക്കെ കഴിച്ചിങ്ങി ഒരു സർവത്തും കൂടി കുടിക്കണം എന്നുണ്ടെങ്കിൽ കാക്ക വാങ്ങിത്തരാണെങ്കിൽ ഞാൻ കൂടി കുടിച്ചിട്ട് രാത്രിക്ക് വീട്ടിലേക്ക് പോകണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം. ബൈ. ഞാൻ വരില്ല. നമ്മുടെ വീട്ടിലെത്തി. ഇനി വാതിലൊക്കെ തുറന്ന് ഉറങ്ങാൻ പോകും. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.